നാല് കാര്യങ്ങൾ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ്. മർഅത്തുൻ സ്വാലിഹ, നല്ല ഇണയുണ്ടാവുക. മസ്കനുൻ വാസിഅ, വിശാലമായ ഭവനമുണ്ടാവുക. നല്ല അയൽക്കാരനുണ്ടാവുക. നല്ല വാഹനമുണ്ടാവുക. ഈ നാല് കാര്യങ്ങൾ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. വളരെ സന്തോഷപ്രദമായ അനുഗ്രഹീതമായ ഒരു സന്ദർഭത്തിലാണ് നാം ഇപ്പോൾ സാക്ഷിയായിട്ടുള്ളത്. നൗഷാദ് സാഹിബിൻ്റെ വീടിൻ്റെ കട്ടിള വെച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭവനത്തെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉള്ള, അവൻ്റെ നിഅമത്തുകളുള്ള, ബർക്കത്തുകളുള്ള നല്ലൊരു ഭവനമാക്കി തീർക്കട്ടെ. മസ്കനുൻ വാസിഅ, വിശാലമായ ഭവനം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മുടെ വീടിൻ്റെ വിശാലത മനസ്സിൻ്റെ കൂടെ വിശാലതയാണ്. വലിയ ആർഭാടങ്ങളോ ദൂർത്തോ അല്ല ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭവനത്തെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉള്ള, അവൻ്റെ നിഅമത്തുകളുള്ള, ബർക്കത്തുകളുള്ള നല്ല ഒരു ഭവനമാക്കി തീർക്കട്ടെ. മസ്കനുൻ വാസിഅ, വിശാലമായ ഭവനം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മുടെ വീടിൻ്റെ വിശാലത മനസ്സിൻ്റെ കൂടെ വിശാലതയാണ്. വലിയ ആർഭാടങ്ങളോ ദൂർത്തോ അല്ല ഉദ്ദേശിക്കുന്നത്. അല്പം വിശാലത തോന്നുന്ന റൂമുണ്ടാവുക, അല്പം വിശാലത തോന്നുന്ന ഹാളുണ്ടാവുക, അങ്ങനെയെല്ലാം അല്പം വിശാലതയുള്ള, കണ്ണിനും മനസ്സിനും കുളിർമയുള്ളതും ഉണ്ടാവുക. ആർഭാടം ഉണ്ടാവരുത് എന്നും റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ ആവശ്യത്തിൽ കവിഞ്ഞുണ്ടാകുന്ന, തൻ്റെയും അതിഥിയുടെയും ആവശ്യത്തിൽ കവിഞ്ഞുണ്ടാകുന്നത് പിശാചിൻ്റെ റൂമാണ് എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. മസ്കൻ എന്നതാണ് വീടിൻ്റെ അറബിയിലെ ഒരു പ്രയോഗം. മസ്കന് ശാന്തിയുടെ കേന്ദ്രമാണ്. എല്ലാ തിരക്കുകളുടെയും അവസാനം അടങ്ങാനുള്ള, നമുക്ക് സന്തോഷം നൽകുന്ന, സന്തോഷത്തോടെ ഉറങ്ങാൻ കഴിയുന്ന, സ്നേഹനിധിയായ ഭാര്യയുള്ള, ഭർത്താവുള്ള, മക്കളുള്ള നല്ല ഒരു സങ്കല്പമാണ് ഇസ്ലാമിന് വീടിനെ സംബന്ധിച്ചുള്ളത്. വീട് മസ്കൻ എന്ന പേര് തന്നെ അതാണ്. മൻസിൽ എന്ന പേരുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥാനം എന്നാണ് അതിൻ്റെ അർത്ഥം. ദാർ എന്ന പേരുണ്ട്. ജീവിതത്തിൽ എവിടെ പോയാലും അതിനോട് ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ എല്ലാം ഉള്ളത്. ബൈത്ത് എന്നത് വീടിൻ്റെ മറ്റൊരു പേരാണ്. യാപ്പാർക്കുന്ന സ്ഥലം. സ്വർഗീയ ഭവനത്തിനു കൂടിയുള്ള ഒരു കാരണമാവണം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നൗഷാദ് സാഹിബിൻ്റെ ഈ വീട് ഈ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും ഉള്ളതാവട്ടെ. ഇവിടെ നല്ല മക്കളുണ്ടാവട്ടെ. ഇവിടെ നല്ല ആരോഗ്യമുള്ള, അർഹമുറാഹിമീനായ നാഥ, ആരോഗ്യമുള്ള ആളുകളെ, ആരോഗ്യമുള്ള പിതാവിന്, ആരോഗ്യമുള്ള മാതാവിന്, ആരോഗ്യമുള്ള വല്യപ്പായെ, ആരോഗ്യമുള്ള വല്യമ്മയെ, ആരോഗ്യമുള്ള സന്താനങ്ങളെ എല്ലാം ഈ വീട്ടിലുണ്ടാകും.